welcome to Asylum SSC and Railways. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ CGL എക്സാം വരുന്നുണ്ട്, NTPC CBT 2 എക്സാം വരുന്നുണ്ട്. സോ ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി നമ്മൾ 2026 സ്പോർട്സിൽ നിന്നുമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ചാണ് NTPC CBT 2 ഫൈനൽ ലാബ് ബാച്ച് എന്ന് പറയുന്നത്. 2999 ആണ് ബാച്ച് ഫീസ് ഉള്ളൂ. കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ട് അല്ലേ. സോ നമ്മുടെ 20-ാം തീയതി ജൂൺ, അതായത് ഇന്നലെ മുതൽ ബാച്ച് സ്റ്റാർട്ട്, 20-ാം തീയതി ജൂൺ മുതൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നിങ്ങൾ NTPC CBT 2 പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അതായത് CBT 1 ക്വാളിഫൈ ചെയ്ത എല്ലാവരും തന്നെ ഇപ്പോൾ CBT 2ന്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. സോ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള CBT 2 പ്രിപ്പറേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. CBT 2 നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ആദ്യത്തെ എന്തായാലും NTPC CBT 2 എക്സാമിനാണെങ്കിലും CGLനാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഖേലോ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ. സോ അതിൽ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. യൂണിയൻ മിനിസ്റ്റർ ഫോർ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡിലാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്രോസ് ഇന്ത്യയുള്ള ട്രൈബൽ അത്ലറ്റ്സിനുള്ളൊരു വേദിയാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം എന്ന് പറയുന്നത്. ഖേലോ ഇന്ത്യ സ്കീമിന്റെ അണ്ടറിൽ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഹോസ്റ്റ് സ്റ്റേറ്റ് ഇസ് ഛത്തീസ്ഗഡ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് cities Raipur, Jagadalpur and Sarguja. ഛത്തീസ്ഗഡില് റായ്പൂർ, ജഗദൽപൂർ ആൻഡ് സർഗൂജ എന്നീ സ്ഥലങ്ങളിലാണ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിം നടന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ 7 മെഡൽ സ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. അത്ലറ്റിക്സ്, ഫുട്ബോൾ, ഹോക്കി, റെസ്ലിംഗ്, ആർച്ചറി, സ്വിമ്മിംഗ്, റെസ്ലിംഗ് തുടങ്ങിയ മെഡൽ സ്പോർട്ടുകളാണ് 7 എണ്ണം എന്ന് പറയുന്നത്. ആൻഡ് 2 ഡെമോൺസ്ട്രേഷൻ സ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ദാറ്റ് ഇസ് മല്ലാക്കാമ്പ് ആൻഡ് കബഡിയാണ് ഡെമോൺസ്ട്രേഷൻ സ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നത്. ഇനി എന്താണ് നമ്മുടെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിമിന്റെ മസ്കോട്ട് അല്ലെങ്കിൽ ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചാൽ മോർ വീർ എന്നാണ്. മോർ എന്നാൽ മൈൻ എന്നും വീർ എന്നാൽ വീരൻ എന്നുമാണ് നമുക്കറിയാം അല്ലെ. മോർ വീർ ആണ് നമ്മുടെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിമിന്റെ മസ്കോട്ട് എന്ന് പറയുന്നത്. സോ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിമിൽ ഫസ്റ്റ് പൊസിഷനിൽ വന്നത് ഏത് സ്റ്റേറ്റ് ആണ് എന്ന് ചോദിച്ചാൽ കർണാടകയാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത്. ടോട്ടൽ 23 ഗോൾഡ്, 8 സിൽവർ, 7 ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരുന്നത് ഒഡീഷയാണ് എന്നുള്ള കാര്യം ആലോചിക്കുക. സെക്കൻഡ് പൊസിഷൻ ഒഡീഷയാണ്, ഫസ്റ്റ് പൊസിഷൻ കർണാടക, സെക്കൻഡ് പൊസിഷൻ ഒഡീഷ ആൻഡ് തേർഡ് പൊസിഷൻ വന്നിരിക്കുന്നത് ജാർഖണ്ഡ് ആണ്. നമ്മുടെ ഹോസ്റ്റ് ആയിട്ടുള്ള ഛത്തീസ്ഗഡിന് 9ാമത്തെ പൊസിഷൻ ആണ് ഉള്ളത്. ഹോസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഛത്തീസ്ഗഡിന് 9ാമത്തെ പൊസിഷൻ ആണ് ഉള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. സോ ഫസ്റ്റ് പൊസിഷൻ കർണാടക, സെക്കൻഡ് പൊസിഷൻ ഒഡീഷ ആൻഡ് തേർഡ് പൊസിഷൻ ജാർഖണ്ഡ്. ആൻഡ് ഹോസ്റ്റ് സ്റ്റേറ്റിന് 9th പൊസിഷൻ ആണ് ഉള്ളത്. നെക്സ്റ്റ്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം 2026. നമുക്കറിയാം ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം 2 ഭാഗമായിട്ടാണ് നടക്കുക അല്ലെ. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിം ശരിക്കും ലഡാക്കിലും പിന്നെ അതുകൂടാതെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്കിലെ ലേയിലും ജമ്മു ആൻഡ് കാശ്മീർ ഗുൽമാർഗിലുമായിട്ടാണ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടക്കുന്നത്. ലഡാക്കിലെ ലേയിൽ നടക്കുന്നത് ഐസിൽ നടക്കുന്ന മത്സരങ്ങളും ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ നടക്കുന്നത് സ്നോയിൽ നടക്കുന്ന മത്സരങ്ങളുമാണ്. സോ ജമ്മു കാശ്മീർ, ഗുൽമാർഗ് ആൻഡ് ലഡാക്ക് ആണ് ഹോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ സ്നോ ഇവന്റ്സ് ആണെങ്കിൽ ജമ്മു കാശ്മീർ, ഐസ് ഇവന്റ്സ് ആണെങ്കിൽ ലേ ലഡാക്ക് ആണ് നടക്കുക. സോ ഐസിൽ നടക്കുന്ന മത്സരങ്ങളായിട്ടുള്ള ഐസ് ഹോക്കി, ഐസ് സ്കേറ്റിംഗ് ഒക്കെയാണ് ലഡാക്കിൽ നടക്കുന്നത്. സ്നോയിൽ നടക്കുന്ന മത്സരങ്ങളായിട്ടുള്ള സ്നോയിൽ നടക്കുന്ന സാധാരണ ആൽപൈൻ സ്കീ മൗണ്ടനറിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഗുൽമാർഗിൽ തന്നെയാണ് നടക്കുന്നത്. മസ്കോട്ടിന്റെ പേരാണ് ഷീൻ ഇ ഷി ഓർ ഷാൻ എന്ന് പറയുന്നത്. ഇനി
ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്ന ആരാണ്? ഇന്ത്യൻ ആർമിയാണ് ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിന് സെക്കൻഡ് പൊസിഷനാണ്. ഹരിയാനയ്ക്ക് തേർഡ് പൊസിഷനാണ്. ടോട്ടൽ 23 മെഡൽസ് ആണ് ആര് നേടിയത്? ഇന്ത്യൻ ആർമി നേടിയത്. അതിൽ 9 എണ്ണം ഗോൾഡ് ആണ്. ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ 14 ആണ്, അതിൽ 6 ഗോൾഡ് ആണ്. ഹരിയാനയ്ക്ക് 7 ആണ്, അതിൽ 4 ഗോൾഡ് ആണ്. എപ്പോഴും ഖേലോ ഇന്ത്യ പഠിക്കുമ്പോൾ ഗോൾഡുകൾ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ വർഷത്തെ NTPCക്ക് എന്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഈ മെഡൽസ് ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിലും ഞാൻ അങ്ങനെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 23 ഗോൾഡ്, 8 സിൽവർ, 7 ബ്രോൺസ് ആണ്. ടോട്ടൽ 38 ആണ് ചാമ്പ്യൻസ് ആയിട്ടുള്ള കർണാടക നേടിയിട്ടുണ്ടായിരുന്നത്. ഒഡീഷയ്ക്ക് 57-ല് 21 ആണ് ഗോൾഡ്. ജാർഖണ്ഡിന് ടോട്ടൽ 35-ല് 16 എണ്ണമാണ് ഗോൾഡ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, സെക്കൻഡ് എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിം. നമുക്കറിയാം മല്ലാക്കാമ്പ് ആൻഡ് നമ്മുടെ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ മല്ലാക്കാമ്പ് ആൻഡ് കബഡി ആയിരുന്നു ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട് ആയിട്ട് ഉണ്ടായിരുന്നത് എങ്കിൽ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമിൽ മല്ലാക്കാമ്പ് ആൻഡ് തഗ് ഓഫ് വാർ ആണ് ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട് ആയിട്ട് ഉണ്ടായിരുന്നത്. ബീച്ച് വോളിബോൾ, ബീച്ച് സോക്കേഴ്സ്, ബീച്ച് സെപ്പാക് തക്രോ, ബീച്ച് കബഡി, അങ്ങനെയുള്ള ധാരാളം ബീച്ചിൽ നടക്കുന്ന മത്സരങ്ങളാണ് ഇതിൽ ഇവന്റ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. 25 സ്റ്റേറ്റ്സിൽ നിന്നും 6 യൂണിയൻ ടെറിട്ടറീസിൽ നിന്നുമുള്ള ആൾക്കാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോപ്പ് പൊസിഷനിൽ വന്നിരിക്കുന്ന ആരാണ്? കർണാടക. ആൻഡ് സെക്കൻഡ് പൊസിഷൻ ഇസ് ഫോർ തമിഴ്നാടു ആൻഡ് തേർഡ് പൊസിഷൻ ഇസ് ഫോർ മണിപ്പൂർ. അപ്പൊ ടോട്ടൽ 11 ആണ്, 3 എണ്ണമാണ് ഗോൾഡ്. ഇപ്പൊ നമ്മൾ എല്ലാം നോക്കുകയാണെങ്കിലും ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമിൽ കേരളം ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും മണിപ്പൂർ ആണെങ്കിലും എല്ലാവർക്കും 3 ഗോൾഡ് ആണ്, 2 സിൽവർ ആണ്. ആകെ വ്യത്യാസം വന്നിരിക്കുന്നത് ബ്രോൺസ് മെഡലിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമിൽ. ഓക്കെ, അപ്പോൾ ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിമിന്റെ സ്ലോഗൻ ആയിരുന്നു ഖേൽ കെ സിത്താരെ ദിയു കെ കിനാരെ എന്ന് പറയുന്നത്. ഖേൽ കെ സിത്താരെ ദിയു കെ കിനാരെ എന്ന് പറയുന്നതാണ് സ്ലോഗൻ. മല്ലാക്കാമ്പൻ തഗ് ഓഫ് വാർ ആണ് ഡെമോൺസ്ട്രേഷൻ സ്പോർട്ട്. വിന്നേഴ്സ് കർണാടക, തമിഴ്നാടു ആൻഡ് മണിപ്പൂർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. മസ്കോട്ടിന്റെ പേരെന്താണ്? പേൾ എന്ന് പറയുന്ന ഡോൾഫിൻ ആണ് മസ്കോട്ട്. ഏകദേശം 336 അത്ലറ്റുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഇന്ത്യൻ വുമൻസ് ഹോക്കി എൻ 2025 വിത്ത് ഏഷ്യ കപ്പ് സിൽവർ. ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീം concluded 2025 with a silver medal in Women's Asia Cup. വുമൻസ് ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഹോസ്റ്റ് ആയിട്ടുള്ള ചൈനയാണ് ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. സെക്കൻഡ് പൊസിഷനിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ടീം വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, 67 വർഷങ്ങൾക്ക് ശേഷം ജമ്മു ആൻഡ് കാശ്മീർ രഞ്ജി ട്രോഫി വിൻ ചെയ്തിരിക്കുകയാണ്. സോ രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി ഫൗണ്ട് ബൈ ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൗൺസിൽ ഇൻ ഇന്ത്യ. സോ BCCI ഫൗണ്ട് ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് മത്സരങ്ങളാണ് രഞ്ജി ട്രോഫി എന്ന് പറയുന്നത്. സോ രഞ്ജി ട്രോഫി 67 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ജമ്മു കാശ്മീർ നേടിയിട്ടുള്ളത്. ഇത് അവരുടെ ആദ്യത്തെ രഞ്ജി ട്രോഫിയാണ്. സോ ഹുബള്ളിയിലാണ് മത്സരങ്ങൾ നടന്നത്. സോ ഇപ്രാവശ്യത്തെ രഞ്ജി ട്രോഫി വിന്നർ ആരാണ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് ജമ്മു കാശ്മീർ ആണ് വിന്നർ. നെക്സ്റ്റ് വൺ ഇസ് വിജയ് ഹസാരെ ട്രോഫി. ഇപ്പോൾ ജമ്മു കാശ്മീരിന് നമ്മുടെ രഞ്ജി ട്രോഫി കിട്ടിയത് ആദ്യമായിട്ടാണ്. അതേപോലെ തന്നെ വിജയ് ഹസാരെ ട്രോഫി വിദർഭ നേടുന്നതും ആദ്യമായിട്ടാണ്. സോ സൗരാഷ്ട്രയെ 38 റൺസുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിദർഭ ഈ ഒരു ടൈറ്റിൽ നേടിയിരിക്കുന്നത്. സോ ഇപ്രാവശ്യം വിജയ് ഹസാരെ ട്രോഫി വിദർഭയ്ക്കും രഞ്ജി ട്രോഫി ജമ്മു കാശ്മീരിനുമാണെന്നുള്ള കാര്യം ആലോചിക്കാം. നെക്സ്റ്റ്, ICC മെൻസ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ. ICC മെൻസ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ ഇന്ത്യയാണ് വിൻ ചെയ്തിരിക്കുന്നത്. സോ ICC മെൻസ് T20 വേൾഡ് കപ്പ് 2026 നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദിലാണ് ഫൈനൽ മാച്ച് നടന്നത്. ഇന്ത്യയാണ് എന്തെന്ന് പറയുന്നത് വിന്നേഴ്സ് എന്ന് പറയുന്നത്. ന്യൂസിലൻഡിനെ 96 റൺസുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ വിന്നർ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ആലോചിക്കാം. Player of the match is Jasprit Bumrah and player of the tournament is Sanju Samson. നമ്മൾ സഞ്ജു സാംസൺ അടിച്ച ഓരോ 6കളും നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ടാവും അല്ലേ T20 വേൾഡ് കപ്പിൽ.
അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ T20 വേൾഡ് കപ്പും ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പും ഇന്ത്യയാണ് വിൻ ചെയ്തത് എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ഹോസ്റ്റ് നേഷൻ T20 വിൻ ചെയ്യുന്നത്. ആ ഒരു പ്രത്യേകത കൂടി ഇന്ത്യ നേടിയിട്ടുണ്ട്. സോ കോൺസിക്യൂട്ടീവ് ടൈം T20 വേൾഡ് കപ്പ് വിൻ ചെയ്തു, ഹോസ്റ്റ് നേഷൻ T20 വിൻ ചെയ്തു എന്നുള്ള പ്രത്യേകത കൂടി ഇന്ത്യയുടെ ഈ വിജയത്തിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നെക്സ്റ്റ് വൺ ആണ് തോമസ് കപ്പ് ആൻഡ് ഊബർ കപ്പ്. തോമസ് കപ്പ് ആൻഡ് ഊബർ കപ്പ്. തോമസ് കപ്പ് എന്ന് പറയുന്നതും ഊബർ കപ്പ് എന്ന് പറയുന്നതും ഏത് സ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ് എന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. തോമസ് കപ്പ് ആൻഡ് ഊബർ കപ്പ് ഇസ് റിലേറ്റഡ് ടു ബാഡ്മിന്റൺ. ബാഡ്മിന്റൺ ആണ് തോമസ് കപ്പും ഊബർ കപ്പും റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ തോമസ് കപ്പ് എന്ന് പറയുന്നത് മെൻസ് ചാമ്പ്യൻഷിപ്പിനെയും ഊബർ കപ്പ് എന്ന് പറയുന്നത് വുമൻസ് ചാമ്പ്യൻഷിപ്പിനെയുമാണ്. സോ ഇത് ബൈനിയൽ ഇവന്റ് ആണ്. 2 വർഷം കൂടുമ്പോഴാണ് തോമസ് കപ്പ് ആണെങ്കിലും ഊബർ കപ്പ് ആണെങ്കിലും നടക്കുക. ഇത് വളരെ റീസെന്റ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പൊ തോമസ് കപ്പിന്റെ 34ാമത് എഡിഷനും ഊബർ കപ്പിന്റെ 31ാമത് എഡിഷനുമാണ്. ഊബർ കപ്പില് വിന്നേഴ്സ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വേണ്ടത്. ഊബർ കപ്പ് വിന്നേഴ്സ് ആണെന്ന് പറയുന്നത് സൗത്ത് കൊറിയ ആൻഡ് ഞാൻ ഇവിടെ തന്നെ വരച്ചാൽ മതിയല്ലോ അല്ലെ, വേണേ നമുക്ക് ഇവിടെ എഴുതാം. ഊബർ കപ്പിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ളത് സൗത്ത് കൊറിയ ആണ്. സിൽവർ മെഡൽ മേടിച്ചിട്ടുള്ളത് ചൈനയാണ്. ആൻഡ് ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ളത് ജപ്പാൻ ആൻഡ് ഇന്തോനേഷ്യ. ഇനി തോമസ് കപ്പ് എടുക്കുമ്പോഴത്തേക്കും ഗോൾഡ് മെഡൽ ചൈനയാണ്, സിൽവർ മെഡൽ ഫ്രാൻസ് ആണ്, ബ്രോൺസ് മെഡൽ ഡെൻമാർക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആയി പോയിട്ടുണ്ട്. സോ ഇത് നടന്ന വെന്യൂ എന്ന് പറയുന്നത് ഫോറം ഹോഴ്സൺസ് ഇൻ ഡെൻമാർക്ക് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് തോമസ് കപ്പ് ഊബർ കപ്പ് അല്ലെ. നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, ഊബർ നമ്മൾ എവിടെയെങ്കിലും പോയാൽ സ്ത്രീകൾക്ക് വളരെ, പുരുഷന്മാർക്കും സേഫ് തന്നെയാണ്, എന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സ്ത്രീകൾക്ക് വളരെ സേഫ് ആണ് ഊബർ വിളിച്ച് പോകുന്നത് അല്ലെ, ഊബർ ടാക്സി വിളിച്ച് പോകുന്നത്. സോ നമ്മൾ അങ്ങനെ ആലോചിക്കുക. സോ ഊബർ കപ്പ് ഇസ് റിലേറ്റഡ് ടു വുമൺ. അപ്പോൾ വുമൺ ബാഡ്മിന്റൺ ട്രോഫിയാണ് ഊബർ കപ്പ് എന്ന് പറയുന്നത്. മറ്റേത് തോമസ് കപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് ചൈനയാണോ, ഊബർ കപ്പ് ഫസ്റ്റ് പൊസിഷൻ ചൈനയാണോ സൗത്ത് കൊറിയ ആണോ എന്ന് അടുത്തത് വരുന്ന ഒരു കൺഫ്യൂഷനാണ്. അത് നമ്മൾ എങ്ങനെയാ ടാക്കിൾ ചെയ്യുക? അത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, സൗത്ത് കൊറിയ നമുക്ക് സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണ് അല്ലെ, കൊറിയൻ സ്കിൻ. നമ്മൾ കുറേ ഇപ്പം നമ്മൾ ഈ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയാൽ കാണാം കൊറിയൻ സ്കിൻ കെയർ, വാവ് എന്ന് പറഞ്ഞാൽ നമ്മളത് മേടിക്കും അല്ലെ. സോ കൊറിയൻ സ്കിൻ ഇസ് സോ ഫാസിനേറ്റിംഗ്. നമുക്ക് എല്ലാവർക്കും കൊറിയൻ സ്കിൻ വേണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം അല്ലെ, കുറച്ചു പേരുടെയെങ്കിലും. സോ കൊറിയ സ്ത്രീകളുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, അപ്പൊ സൗത്ത് കൊറിയ ആണ് ഊബർ കപ്പിൽ വിന്നർ. സെക്കൻഡ് പിന്നെ ചൈന, ജപ്പാൻ, ഇന്തോനേഷ്യ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, മറ്റേത് നമുക്ക് സ്വാഭാവികമായിട്ടും കിട്ടും. തോമസ് കപ്പ് ചൈന, ഫ്രാൻസ്, ഡെൻമാർക്ക് ആൻഡ് ഇന്ത്യ. തോമസ് കപ്പ് എഡിഷനും ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ്, ഇന്ത്യ ടു ഹോസ്റ്റ് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ആഫ്റ്റർ 44 ഇയേഴ്സ്. 44 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഏകദേശം 28 കൺട്രീസിൽ നിന്നുമായിട്ട് 180 അത്ലറ്റ്സ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ടോട്ടൽ 10 മെഡൽസ് ആണ് കിട്ടിയത്. അതിൽ 1 ഗോൾഡും ഒരു സിൽവറും ബാക്കി 9 ബ്രോൺസ് മെഡലുകളുമാണ് നേടിയിട്ടുണ്ടായിരുന്നത് ഏഷ്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ. സോ ഇതിൽ സിൽവർ മെഡൽ കിട്ടിയ ആളുടെ പേര് ഓർത്ത് വെക്കുക, ജ്ഞാനേശ്വരി യാദവ് ആണ് ഫസ്റ്റ് സിൽവർ മെഡൽ കിട്ടിയിട്ടുള്ള ആള്. സോ ഇതിൽ നിങ്ങൾക്ക് സ്നാച്ച്, ജർക്ക്, ക്ലീൻ ആൻഡ് ജർക്ക് എന്നിങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷൻസ് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം തന്നെ നമ്മൾ വെയിറ്റ് ആദ്യം തറയുന്ന പൊക്കുന്നു, പിന്നെ ഇങ്ങനെ പൊക്കുന്നു, പിന്നെ ഇങ്ങനെ പൊക്കുന്നു, അങ്ങനെ ഓരോ പൊസിഷൻസിനും കൊടുത്തിട്ടുള്ള പേരാണ് സ്നാച്ച്, ജർക്ക്, ക്ലീൻ ആൻഡ് ജർക്ക് എന്നിവയെല്ലാം തന്നെ. ആ പൊസിഷൻസ് ഒന്നും വെച്ച് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. ഈ പൊസിഷൻസ് ഒക്കെ ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആണെന്ന് സ്റ്റാറ്റിക് GK ചോദിക്കാറുണ്ട്. ദാറ്റ് ഇസ് ഭാരോദ്വഹനം അല്ലെങ്കിൽ വെയ്റ്റ് ലിഫ്റ്റിംഗുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ വിട്ടുപോയൊരു കാര്യമാണ് നമ്മുടെ IPL 2026. നമ്മുടെ IPL 2026 ആരാണ് വിന്നേഴ്സ്? നമ്മുടെ തുടർച്ചയായ 2ാം തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB വിന്നേഴ്സ് ആവുന്നത് അല്ലെ. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു RCB വിന്നർ ആവുന്നത്. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് അല്ലെ. ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതില് പ്ലെയർ ഓഫ് ദി മാച്ച് അല്ലെങ്കിൽ
നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കേണ്ടതാണ് ഓറഞ്ച് ക്യാപ്പ് ആൻഡ് പേർപ്പിൾ ക്യാപ്പ് അല്ലെ. ഓറഞ്ച് ക്യാപ്പ് ആൻഡ് പേർപ്പിൾ ക്യാപ്പ്. ഓറഞ്ച് ക്യാപ്പ് ആൻഡ് പേർപ്പിൾ ക്യാപ്പ്. ഓറഞ്ച് ക്യാപ്പ് ആൻഡ് പേർപ്പിൾ ക്യാപ്പ്. അപ്പോൾ പേർപ്പിൾ ക്യാപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ് വിക്കറ്റിനാണ് പേർപ്പിൾ ക്യാപ്പ് കൊടുക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് പ്ലെയർ ആയിട്ടുള്ള കഗീസോ റബാഡയ്ക്കാണ്. കഗീസോ റബാഡയ്ക്കാണ് മോസ്റ്റ് വിക്കറ്റ് നേടിയിട്ടുള്ളത്. ആൻഡ് ഓറഞ്ച് ക്യാപ്പ് നേടിയിട്ടുള്ളത് വൈഭവ് സൂര്യവംശി. മോസ്റ്റ് റൺ സ്കോററിനാണ് ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുക. അത് ലഭിച്ചത് വൈഭവ് സൂര്യവംശിക്കാണ്. ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് IPL അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇപ്പം നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിഫ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്സ് 2 എണ്ണം ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാനത് എക്സ്ട്രാ ആയിട്ട് എടുത്തു പറയുന്നില്ല. മസ്കോട്ടുകൾ ആരായിരുന്നു, അല്ലെങ്കിൽ ബോളിന്റെ പേരെന്താണ്, ബോളിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ബോളിലുള്ള 3 പ്രിൻസ് ഉണ്ട് അല്ലേ, അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പം അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക. സോ എല്ലാവർക്കും താങ്ക് യു. ഇനി എന്തെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും. അതുകൂടാതെ നിങ്ങൾ ഫിഫ വേൾഡ് കപ്പിൽ ഓൾറെഡി പന്തിൻ്റെ പേരെന്താണ് എന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെയാണ് 3 മസ്കോട്ടുകൾ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഹോസ്റ്റ് സിറ്റീസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പം മസ്കോട്ട് കമൻറ്റ് ചെയ്യുക, ബോളിൻ്റെ മുകളിലുള്ള പ്രിൻസ് കമൻറ്റ് ചെയ്യുക, വെന്യൂ ഹോസ്റ്റ് സിറ്റി ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇതേപോലെയുള്ള കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. സോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ബൈ, സീ യു.